എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ച് ശ്രീദേവി ആനന്ദനോട് പറയണം, ആനന്ദന്റെ സങ്കടമൊന്നുമില്ലല്ലോ, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട്. എന്തിന്, എനിക്ക് വിഷമമൊന്നും ഇല്ലാന്ന് പറയണ. അതെ, നേരം വെളുക്കാറായെന്ന് പറയാ, കിടന്നുറങ്ങിക്കോളാൻ പറയണം. അല്ല ആനന്ദേട്ട, അത് പിന്നെ ഞാൻ കാരണം. കുഴപ്പമൊന്നുമില്ല, ശ്രീദേവി കിടന്നുറങ്ങിക്കോളാൻ പറയണ. അങ്ങനെ ശ്രീദേവി കിടന്നു, ആനന്ദം കിടന്നു. ശ്രീദേവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ടെൻഷൻ, താൻ കാരണം ആദ്യ രാത്രി നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പിറ്റേ ദിവസം നേരം വെളുത്ത് ഗോമതി എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് കോലം ഇടാനായിട്ട് മുറ്റത്തേക്ക് വന്നപ്പോഴത്തേനും ഗോമതി ഒന്ന് ഞെട്ടി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മുറ്റത്ത് കോലം ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ മീനാക്ഷിയാണോ ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്? മീനാക്ഷി അവിടെ ഇരിക്കുന്ന കണ്ടു, അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന കണ്ടായിരുന്നു. അപ്പൊ പിന്നെ മീനാക്ഷി ചിലപ്പോ കോലമൊക്കെ ഇട്ടിട്ട് പോയി ഇരിക്കുന്നതായിരിക്കും എന്ന് കരുതുവാണ്. അല്ല, മീനാക്ഷി ഇടുന്ന പോലെ അല്ലല്ലോ കോലം ഇരിക്കണേ, കാരണം മീനാക്ഷി ഈ ഷേപ്പിൽ ഇടാറില്ല, ഈ ഡിസൈനിങ് മീനാക്ഷി ചെയ്യാറില്ല എന്നൊക്കെ കരുതുവാണ്. പിന്നീട് നേരെ അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓരോ പാത്രം തുറന്നു നോക്കണം. ഒരെണ്ണത്തിനകത്ത് ഇഡ്ഡലി, ഒരെണ്ണത്തിനകത്ത് ദോശ, ചപ്പാത്തി, പിന്നെ പുട്ട്, പിന്നെ കറികള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മീനു നേരത്തെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്തിട്ട് പോയിരിക്കുന്നതാണ്. വെറുതെ അല്ല അവളവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നേ. നേരെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് പറഞ്ഞു, മീനു നീ എല്ലാം ചെയ്തല്ലേന്ന് ചോദിക്കണം. നേരത്തെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്ന? അല്ല, നീ അവനെ കോലം വരച്ചില്ലേന്ന് ചോദിക്കണം. കോലം വരച്ചോ? ഞാനാ? ഞാൻ കോലമൊന്നും വരച്ചില്ല എന്ന് പറയണ. അപ്പം പുറത്ത് കോലം വരച്ചിരിക്കുന്നോ? അതെനിക്ക് അറിയില്ല എന്ന് പറയണ. അപ്പം ഇത്രേനെ കണ്ടില്ല. അപ്പൊ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചെന്നില്ല എന്ന് പറയണ. ഇതെന്ത് പറ്റി അമ്മയ്ക്കെന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് അകത്തുനിന്ന് വലിയൊരു പുകയൊക്കെ കാണുന്നത്. അയ്യോ തേമേ, എടാ ആനന്ദേ ഓടി വാടാ, ഇവിടെ വലിയ പുകയും എന്നൊക്കെ പറയണേ. കാരണം അത് മറ്റൊന്നും ആയിരുന്നില്ല, അത് പൂജാമുറിയില് ശ്രീദേവിയുടെ വക രാവിലത്തെ പൂജയും പരിപാടികളായിരുന്നു. പൂജയൊക്കെ ചെയ്ത് അങ്ങനെ കർപ്പൂരമൊക്കെ ഇങ്ങനെ കത്തിച്ച് അങ്ങനെ അതെല്ലാം ഒഴിഞ്ഞിങ്ങനെ വരുമായിരുന്നു. ഭയങ്കര മണിയടിയും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു പൂജാമുറിയിൽ. ഈ കാഴ്ച കണ്ടത് ഒരു നിമിഷം മീനാക്ഷിയും ഗോമതിയും ഞെട്ടിപ്പോയി. കുളിയെല്ലാം കഴിഞ്ഞ് തലയിൽ തോർത്തുമുണ്ടൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കയ്യിലിങ്ങനെ ആ പൂജ ചെയ്തതിൻ്റെ ബാക്കി ആരതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, തൊട്ട് തൊഴുതാളാൻ പറയണം. അങ്ങനെ തൊട്ട് തൊഴുതിട്ട് അവരും പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു പ്രാർത്ഥന തന്നെ നടത്തുവാണ് പൂജാമുറിയിലെ ശ്രീദേവി. ഇതെല്ലാം കണ്ടപ്പോൾ ഗോമതിക്ക് അത്ഭുതമാണ് തോന്നിയത്. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണെന്ന് ഓർക്കണം. രാവിലെ കുളിയും എഴുന്നേറ്റ് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, അല്ല മോളെ നീ രാവിലെ എഴുന്നേറ്റെന്ന് ചോദിക്കും. രാവിലെ എഴുന്നേറ്റമ്മേ, രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് കോലവും പറിച്ച അടുക്കളയിലും കയറി. അപ്പം മോളാണ് അടുക്കള കയറി അതൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ചോദിക്കും. അതേന്ന് പറയാണ്. ഈ സമയത്ത് മീനാക്ഷിയോട് പറഞ്ഞു, കണ്ടില്ലേ മോളെ അടുക്കള കയറി പുട്ട് എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. അല്ല മോളപ്പം എപ്പോഴും എഴുന്നേറ്റെന്ന് ചോദിക്കുക. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി, 4 മണിയാകുമ്പോഴേ എഴുന്നേറ്റെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേക്കുന്നതാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, മോളെ നാളെ മുതൽ നീ 4 മണിക്കൊന്നും എഴുന്നേക്കണ്ട, നേരം നന്നായിട്ട് പുലർന്നിട്ട് എഴുന്നേറ്റാ മതി. അതെന്താമ അങ്ങനെ പറഞ്ഞേ? അതെ, അടുക്കള എന്റെ ഡിപ്പാർട്ട്മെന്റാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കാളെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഇത്രയും കാലം അമ്മ ഈ 5-8 പേർക്ക് വെച്ചു വിളമ്പിയതല്ലേ, ഇനി അമ്മ വിശ്രമിച്ചോ, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഒന്നുമല്ലേലും ഈ വീട്ടിലെ മൂത്ത മരുമോളല്ലേ ഞാൻ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്, നോക്കിയും കണ്ടും ചെയ്യണമെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ഗോമതി ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുകയാണ്. മീനാക്ഷിക്കാണെങ്കിൽ മുഖത്ത് വല്ലാത്ത സങ്കടമായി. കാരണം വന്നതിന്റെ പിറ്റേ ദിവസം ഇങ്ങനെയാണെങ്കിൽ പോകെ മിക്കവാറും തന്നെയൊക്കെ മിക്കവാറും പഞ്ഞിക്കിടുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് നടക്കാൻ പോകാൻ വരുവാണ്. ബാലൻ വന്നതും ഗോമതി ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, ബാലേട്ട ഒരു കാര്യം അറിഞ്ഞു. എനിക്ക് എന്ത് കാര്യം? അതെ, കണ്ടില്ലേ ശ്രീദേവി നിൽക്കണേ? ശ്രീദേവി എന്താ ചെയ്തേ? ശ്രീദേവി രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് കോലമൊക്കെ വരച്ചു. ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുളിയും കഴിഞ്ഞ് കോലം വരച്ച് അടുക്കള കയറി എന്ന് പറയണ. ആഹാ കൊള്ളാലോ. അല്ല ബാലേട്ടന് രാവിലെ കാപ്പിക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കണം. അതിപ്പം എന്ത് പറഞ്ഞാലും നീ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുക. ഉണ്ടാക്കി തരും, ഈ സെക്കൻഡിൽ ഈ നിമിഷം ഉണ്ടാക്കി തരുമെന്ന് പറയാണ്. ബാലയുടെ കണ്ണടച്ച് ഓർക്കേണ്ട ഒരു താമസം എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, അതെ എനിക്ക് പുട്ട് മതി. എന്നാ അടുക്കള പുട്ട് റെഡിയാ. ഇനിയിപ്പോ ബാലേട്ടന് വേറെന്തെങ്കിലും വേണോ? ദോശ വേണോ? ദോശ റെഡി. ഇഡ്ഡലി വേണോ? ഇഡ്ഡലി റെഡി. ചപ്പാത്തി വേണോ? ചപ്പാത്തി റെഡി. ഇത് കൊള്ളാലോ, ഇതൊക്കെ ആരാ രാവിലെ എടുത്ത് തയ്യാറാക്കിയ? മീനാക്ഷിയാണ് നിൽക്കും. മീനാക്ഷി, നല്ല കഥയായി. അപ്പൊ തന്നെ മീനാക്ഷിയുടെ മുഖം കൊണ്ട് മാറി. ഇതെല്ലാം ശ്രീദേവി മോൾ രാവിലെ അടുക്കള കയറി ഉണ്ടാക്കിയതാന്ന് പറയും. ആഹാ കൊള്ളാലോ. അത് മാത്രല്ല, കുളിച്ച് രാവിലെ എല്ലാം കഴിഞ്ഞ് പൂജാമുറിയിലേയും കയറി വിളക്ക് തൊഴുത് കൊളുത്തി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു പറയാം. ഇങ്ങനെ വേണം, നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി, ഇങ്ങനെ വേണം കുടുംബത്തിലേക്ക് വരുന്ന പെൺകുട്ടികളായാലും. ഇത് കാർന്നുമാരോ ഓരോന്ന് പഠിപ്പിച്ചു വിടുന്നത്. വലിയ വീട്ടിലാ തറവാട്ടിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ രീതികളൊക്കെ പഠിപ്പിച്ചു ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വലിയ വീട്ടിലെ പെൺകുട്ടികളെ വേലക്കാരും കൂടെ വീട്ടിലുണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇത് കണ്ടില്ലേ അവളെല്ലാം ചെയ്തിരിക്കുന്നേ.
ഇതാ പറഞ്ഞേ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധം കൊണ്ടുവരണമെന്ന്. മീനാക്ഷിക്ക് ആ പടെ വിഷമായിപ്പോയി. ആലോചിച്ചുറപ്പിച്ച് ബന്ധം കൊണ്ടുവന്ന ഇങ്ങനെയാ നല്ല പെൺകുട്ടികളെയൊക്കെ കിട്ടുമെന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന പെൺകുട്ടികളെ ചുരുക്കമാന്ന് പറയണം. ആ സമയം ബാലനോട് ശ്രീദേവി ചോദിച്ചു, അല്ല ബാലച്ച, ബാലച്ചന് എങ്ങോട്ടാ? ഞാൻ രാവിലെ നടക്കാൻ പോവാ. അയ്യോ ചായ കുടിച്ചില്ല, ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു പറയണ. വേണ്ട മോളെ, ഞാൻ രാവിലെ ചായ കുടിക്കുന്ന പതിവില്ല, ഞാൻ പോയിട്ട് വന്നതിന് ശേഷം കുടിക്കാറ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദ്യമായിട്ട് പറയുന്നല്ലേ, ചായ കുടിച്ചിട്ട് ബാലച്ചൻ പോയാൽ മതി എന്ന് പറയണം. ഗോമതിക്ക് അങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി ശ്രീദേവി. അതിനുശേഷം ചായയൊക്കെ ആയിട്ട് വരുവാണ്. ചായ കൊടുത്തിട്ട് ബാലച്ച കുടിക്കാൻ പറയണം. അങ്ങനെ ബാലൻ പറഞ്ഞ മോള് കൊണ്ട് തന്നല്ലേ, കുടിച്ചേക്കാന്നൊക്കെ പറഞ്ഞോണ്ട് മേടിച്ചു കുടിക്കണം. സൂപ്പർ ചായ, ഹാഹാ എന്താ അന്തസ്, ഇത്ര രുചിയുള്ള ചായ ഇതുവരെയും കുടിച്ചിട്ടില്ലെന്ന് പറയണം. ഗോമതിയുടെ മുഖമൊക്കെ കടന്നലും എത്തിയവലേപ്പേ. കാരണം ഇത്രയും നാളും ഗോമതിയുടെ ചായ കുടിച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബാലൻ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മലക്കം മറിഞ്ഞിരിക്കുന്നു. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ചായ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതെ, എനിക്ക് പോയിട്ട് വന്നിട്ട് ഒരു ചായയും കൂടി ഇതുപോലെ ഉണ്ടാക്കി തരണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം ബാലച്ച എന്ന് പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷിയുടെ മുഖമൊക്കെ കൊണ്ട് മാറി. ബാലൻ പറഞ്ഞു, ഇങ്ങനെ വേണം പെൺകുട്ടികളാണ്, നല്ല സൂപ്പർ ചായ, അടുക്കളയിലെ ഫുഡ് ഉണ്ടാക്കാനും അറിയാമെന്ന് മനസ്സിലായി എന്നൊക്കെ പറയാണ്. മീനാക്ഷി അതെല്ലാം കണ്ടും കണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രീദേവി വെച്ചു, അല്ല മിത്രേനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയണം. മിത്രേനെ ആരും കാണുന്നില്ലോ എന്ന് പറയാം. അപ്പൊ മീനാക്ഷി പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് ഇല്ലുവാണ്. മുറി ചെന്ന് നോക്കിയിട്ട് അതേപടി തന്നെ തിരിച്ചു വരണം. അയ്യോ മിത്രേനെ ഒന്നും അവിടെ കാണുന്നില്ല അച്ഛാന്ന് പറയണേ. കാണുന്നില്ലേ, അവരിതങ്ങോട്ട് പോയി? അത് പിന്നെ എവിടെയാലും ചിലപ്പം പോയി കാണും, ചിലപ്പോൾ രാവിലെ ഇങ്ങനെ കോളേജിൽ വല്ല ഇതുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിട്ട് പോയതാണെങ്കിലും അറിയത്തില്ലോ എന്ന് പറയണം. ഈ സമയം ശ്രീദേവി പറഞ്ഞു, അങ്ങനെ പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോകണ്ടേ അച്ഛാ, എവിടെ പോവാണെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ട് പോയാൽ അതല്ലേ അവൻ്റെ മര്യാദയെന്ന് ചോദിക്കണം. കോമതി പറഞ്ഞു, അത് ശരി തന്നെയാ. ബാലൻ പറഞ്ഞു, അത് ശരിയാ മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ സമയം ശ്രീദേവി പറഞ്ഞു, അതെ അച്ഛൻ ഇനിയിപ്പം അവര് കുട്ടികൾ വരുമ്പോൾ ഒന്ന് വഴക്കൊന്നും പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയണു. കുട്ടികൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, താൻ വലിയ ഏതൊരു വലിയ ആളാന്നുള്ള രീതിയിലാണ് ശ്രീദേവിയുടെ പറച്ചില്. അപ്പോഴേക്കാണ് അമ്മയെന്നുള്ള വിളി കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ആര്യം വരുവാണ്. ആര്യനെ കണ്ടതിന് കോമതി നിന്നിട്ട്, എടാ നീ ഇത് എവിടെ പോയത് എന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ്? അമ്മ ഞാൻ ക്ഷേത്രത്തിൽ പോയതാന്ന് പറയാം. ക്ഷേത്രത്തിൽ പോയതോ? അതെ, മിത്രയുണ്ടെന്ന് പറയാണ്. രാവിലെ മിത്രയ്ക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെയും കൂടി ക്ഷേത്രത്തിൽ പോയെന്ന് പറയണം. അപ്പം മിത്ര അങ്ങോട്ടേക്ക് വരുവാണ്. നമ്മുടെ പഴയ മിത്രയല്ല, മിത്ര മാറിയിട്ടുണ്ട്, ഒരു പുതിയ പെൺകുട്ടി കേട്ടോ മിത്രയായിട്ട് വരുന്നത്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു രംഗം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി, ഇതെന്താ മോളെ രാവിലെ പതിവിലും വലിയതായ ക്ഷേത്രത്തില്? അത് പിന്നെ അമ്മ ഒരു മംഗളകാര്യമൊക്കെ നടന്നല്ലേ ഇവിടെ, ആനന്ദേണ്ട കല്യാണമൊക്കെ നടന്ന് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോ ഭഗവാനോട് നന്ദി പറയണ്ടേ, അതിനുവേണ്ടി പോയതാന്ന് പറയണം. അത് കൊള്ളാം, നല്ല കാര്യമാന്ന് പറയാണ്. പിന്നീട് ആരിനോടും ശ്രീദേവി വെച്ചു, ഞാൻ ചായ എടുത്തോണ്ട് വട്ടെന്ന് ചോദിക്കാം. ഇപ്പൊ വേണ്ട ഏട്ടത്തിന്ന് പറയണം. ഈ സമയം ഗോമതി പറഞ്ഞത് അച്ഛൻ വരെ ചായ കുടിച്ചെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മിത്ര വെച്ചു, അച്ഛൻ ചായ കുടിച്ചോ? അച്ഛൻ രാവിലെ നടന്നിട്ട് വന്നിട്ടല്ലേ ചായ കുടിക്കാറുള്ളൂ, അച്ഛൻ ചായ കുടിച്ചോന്ന് ചോദിക്കാം. അതേ ബാലേട്ടൻ വരെ ചായ കുടിച്ചോന്ന് പറയണം. ആ സമയം ബാലൻ പറഞ്ഞു, നല്ല അന്തസ്സുള്ളൊരു ചായ ആയിരുന്നു, നല്ല രുചിയായിരുന്നു പറയാ ചായക്ക്, ഞാൻ പോയി നടന്നിട്ട് വരാം എന്നൊക്കെ പറയാണ്. ഗോമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് മിത്രയും ആര്യനും കൂടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, നീ വിളിച്ചോണ്ട് മാത്രം ഞാൻ വന്നേന്ന് പറയണം ക്ഷേത്രത്തിലേക്ക്, അതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും സംഭവിച്ചില്ലോ എന്ന് പറയണം. ആര്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച, ആര്യ ഒരു ജോലിയൊക്കെ വേണം, ആരും നല്ല ജോലിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ പഠിക്കണമെന്ന് പറയണം. ആര്യൻ ഇനി പഠിത്തം ഉഴപ്പരുത്, ആരും പഠിക്കണമെന്നൊക്കെ പറയണം. പഠിത്തം ഇതും കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല, എനിക്ക് നിന്റെ കാര്യത്തിലാണ് ശ്രദ്ധ കൂടുതലോ. നിനക്ക് ഒരു സ്വപ്നം ഉണ്ടല്ലോ IAS എന്നുള്ളത്, IAS എടുക്കണ്ടേന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല ആര്യ, ആ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേരെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ആരിന്റെ കാര്യം ഒരു കാരണവശാലും മുടങ്ങല്ല, ആരിന്റെ പഠനം മുടങ്ങിപ്പോയല്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞേ, എന്നേക്കാളും പ്രാധാന്യം ഞാൻ ആരിന് നൽകുന്നുണ്ടെന്നൊക്കെ പറയണം. അതൊക്കെ നമുക്ക് നോക്കാന്ന് പറയണം. ഈ സമയം മിഥുനും അലോകും കൂടെ കണ്ടുമുട്ടുവാണ്. പിന്നീട് അലോക് പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കാം മിഥുനെ, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണേ. എന്ത് ചെയ്യാനായിട്ട്? അല്ല കല്യാണം നടന്നുകൊണ്ട് അത് മുടക്കാനും പറ്റിയില്ലോ, ഇനി അമ്മയോട് എങ്ങനെ സമാധാനം പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത്രയും വലിയ ഇതൊക്കെ കാണിച്ചിട്ട് പോലും ആ കല്യാണം നടന്നല്ലോ, ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കും, അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാന്നൊക്കെ അലോക് പറയണം. ഇത് കേട്ടപ്പോൾ ഇതും പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല, നമുക്ക് നോക്കാം, എന്തേലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.